ഇത്തവണ നമുക്കറിയാം വോട്ടെടുപ്പിൽ 5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് പുതിയതായുള്ളത്. ഒപ്പം വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വയോധികർക്ക്, ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അങ്ങനെ വീട്ടിൽ വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പാർട്ടികളുടെയും പ്രതീക്ഷ. അത് സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് എത്രത്തോളം വോട്ടർമാർ ഇത്തവണ ഉണ്ട് കേരളത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. 20 മണ്ഡലങ്ങളിലായി പുതിയതായി എത്ര വോട്ടർമാർ വന്നിരിക്കുന്നതാണ്. ആകെ വോട്ടർമാർ എന്ന് പറയുന്നത് 2,77,49,159 വോട്ടർമാരാണുള്ളത്. ഇവരാണ് 20 മണ്ഡലങ്ങളിലായി തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇതിൽ കന്നി വോട്ടർമാരുടെ എണ്ണമാണ് ഏറ്റവും പ്രധാനം. 5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാർ, അതായത് ഓരോ മണ്ഡലത്തിലെയും സ്വാധീനിക്കാൻ തക്ക വിധമുള്ള കന്നി വോട്ടർമാർ ഇത്തവണയുണ്ട്. 5,34,394 കന്നി വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്യാനെത്തും. സ്ത്രീകളുടെ പങ്കാളിത്തമാണ് വലിയ മുന്നേറ്റമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. 1,43,33,499 സ്ത്രീകളാണ് വോട്ട് ചെയ്യാൻ ഉള്ളത്. അത്തരത്തിൽ ഒരു വലിയ പങ്ക് തന്നെ സ്ത്രീകളുണ്ട്. പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് സ്ത്രീ വോട്ടർമാർ എന്നത് തന്നെയാണ് പ്രത്യേകത. 1,44,15,293 പുരുഷ വോട്ടർമാരാണ് ഉള്ളത്. അതായത് സ്ത്രീ വോട്ടർമാരെ അപേക്ഷിച്ച് കുറവാണ് പുരുഷ വോട്ടർമാരുടെ എണ്ണം. ഭിന്നലിംഗക്കാർ 367 പേരാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുക. പ്രവാസി വോട്ട് ഏറെ നിർണായകമാണ് കേരളത്തിൽ എന്ന് നമുക്കറിയാം. ഓരോ മണ്ഡലങ്ങളും, പ്രത്യേകിച്ച് മലബാറിലൊക്കെ തന്നെ ഏറെ നിർണായകമാണ് പ്രവാസി വോട്ട്. 89,839 പ്രവാസി വോട്ടുകളാണ് ഇക്കുറി ഉള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കണക്കെന്ന് പറയുന്നത് 80 വയസ്സിന് മുകളിൽ വോട്ട് ചെയ്യാനെത്തുന്നവരുടെ എണ്ണമാണ്. 6,27,045 പേരാണ് 85 വയസ്സിന് മുകളിലുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. 33,93,884 പേരാണ് മലപ്പുറത്ത് വോട്ടർമാരുള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാർ വയനാട്ടിൽ തന്നെയാണ്. 6,35,930 വോട്ടർമാരാണ് വയനാട്ടിലുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് വയനാട്. അവിടെ 6,35,930 വോട്ടർമാരാണ് ഉള്ളത്. അവിടെയാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് വോട്ടർമാരുമുള്ളത്. തിരുവനന്തപുരത്ത് നമുക്ക് നോക്കിയാൽ 14,30,531 പേരാണ് തലസ്ഥാനത്ത് വോട്ട് ചെയ്യാൻ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആറ്റിങ്ങലിലാകട്ടെ 13,96,807 വോട്ടർമാരാണ് ആറ്റിങ്ങലിലുള്ളത്. കൊല്ലത്തെ കണക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 13,26,648 വോട്ടർമാരാണ് കൊല്ലത്തുള്ളത്. പത്തനംതിട്ടയിൽ കൊല്ലത്തേക്കാൾ കൂടുതൽ വോട്ടർമാരുണ്ട്. പത്തനംതിട്ടയിൽ അവിടെ 14,29,700 പേരാണ് പത്തനംതിട്ടയിൽ വോട്ട് ചെയ്യാനുള്ളത്. തൊട്ടടുത്ത് കിടക്കുന്ന മാവേലിക്കരയിൽ താരതമ്യേന പത്തനംതിട്ടയെ അപേക്ഷിച്ച് വോട്ടർമാരുടെ എണ്ണം കുറവാണ്. 13,31,880 വോട്ടർമാരാണ് മാവേലിക്കരയിലുള്ളത്. ആലപ്പുഴയിൽ 14,83,000 വോട്ടർമാരാണ് ആലപ്പുഴയിലുള്ളത്. കോട്ടയത്ത് 12,54,823 വോട്ടർമാരാണ് കോട്ടയത്തെ ജനസമ്മതി നിർണ്ണയിക്കാൻ ഉള്ളത്. എറണാകുളത്ത് നഗരപ്രദേശമായ എറണാകുളത്ത് കൂടുതൽ നഗരപ്രദേശങ്ങളുള്ള എറണാകുളത്തെ വോട്ടർമാരെ നമുക്ക് നോക്കണം. അതിനു മുൻപ് ഇടുക്കിയിലെ കണക്ക് നോക്കിയാൽ ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ ഏതാണ്ട് 12,50,157 വോട്ടർമാരാണ് ഇടുക്കിയിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ച എറണാകുളത്തെ കണക്കുകൾ നോക്കിയാൽ 13,24,047 വോട്ടർമാരാണ് എറണാകുളത്ത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂരിന് മുൻപ് ചാലക്കുടിയിലേക്ക് പോയാൽ ചാലക്കുടിയിൽ 13,10,529 വോട്ടർമാരാണ് ചാലക്കുടിയിലുള്ളത്. ചാലക്കുടി നമുക്കറിയാം ബെന്നി ബെഹന്നാൻ ജയിച്ചു കയറിയ മണ്ഡലമാണ്. അവിടെ പ്രൊഫസർ രവീന്ദ്രനാഥിനെ ഇറക്കിക്കൊണ്ടാണ് LDF ഏറെ മുന്നേറ്റം നടത്തുന്നത്. BDJSന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ NDAയ്ക്കായി മത്സരിക്കുന്നത്. അങ്ങനെ ചാലക്കുടിയിൽ 13,10,000-ലധികം വോട്ടർമാരാണ് ജനവിധി നിർണ്ണയിക്കുക. തൃശ്ശൂരിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ 14,83,055 വോട്ടർമാരാണ് തൃശ്ശൂരിലുള്ളത്. തൊട്ടടുത്ത മണ്ഡലമായ ആലത്തൂരിൽ നമുക്ക് കാണാം 13,37,496 വോട്ടർമാരാണ് ആലത്തൂരിൽ ഉള്ളത്. അടുത്തത് പാലക്കാട് മണ്ഡലം പരിശോധിച്ചാൽ പാലക്കാട്ട് ഏതാണ്ട് ആലത്തൂരിന് സമാനമായ ഒരു വോട്ടർമാരുടെ എണ്ണം തന്നെയാണുള്ളത്. 13,98,143 പേരാണ് പാലക്കാട്ട് വോട്ടർമാരുടെ എണ്ണം. ഇനി പൊന്നാനി നോക്കുകയാണെങ്കിൽ 14,78,000
70,804 വോട്ടർമാരാണ് പൊന്നാനിയിലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മലപ്പുറത്തെ കണക്കാണ് ഇനി നോക്കുന്നത്. മലപ്പുറത്ത് 14,79,921 വോട്ടർമാരാണ് മലപ്പുറത്തുള്ളത്. തൊട്ടടുത്ത് കിടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ 14,29,631 വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാർ ഉള്ള സ്ഥലമെന്ന് നമ്മൾ പറഞ്ഞു. വയനാട്ടിൽ 14,62,423 വോട്ടർമാരാണ് വയനാട്ടിൽ ഉള്ളത്. തൊട്ടടുത്തുള്ള വടകരയിൽ 14,21,883 വോട്ടർമാരാണ് വടകരയിൽ ജനവിധി നിർണയിക്കുക. കണ്ണൂരിലാകട്ടെ, കണ്ണൂരിൽ സ്വല്പം കുറവാണ്. 13,58,368 പേരാണ് കണ്ണൂരിൽ വോട്ടർമാരായുള്ളത്. കാസർഗോഡ് വീണ്ടും വോട്ടർമാരുടെ എണ്ണം കൂടുന്നതാണ് നമ്മൾ കാണുന്നത്. 14,52,230 പേരാണ് കാസർഗോഡ് ജില്ല. അതാണ് പൊതുവായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ വോട്ടർമാരുടെ എണ്ണം നമുക്ക് കാണാൻ കഴിയുന്നത്. 5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് ഇത്തവണയുള്ളത്. അവർ തന്നെയായിരിക്കും ഒരു പക്ഷേ ആരായിരിക്കണം അടുത്തതായി തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് എന്ന് നിർണ്ണയിക്കുന്നതും. സിറ്റിംഗ് MP-മാർക്ക് എത്ര പേർക്ക് ഇവരെ സ്വാധീനിക്കാനാകും എന്നതും ഏറെ നിർണായകമാണ്. ഏതായാലും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എല്ലാവരും എന്ന് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ആവേശം അങ്ങനെ കത്തിക്കയറുകയാണ്. അപ്പോൾ നമ്മൾ ഈ പലതരം കാഴ്ചകൾ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. താരപ്രചാരകരെ ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണം കാണുന്നുണ്ട്. പല രീതിയിലുള്ള പ്രചരണ തന്ത്രങ്ങൾ ഇറക്കുന്നുണ്ട്. കൊടികൾ, തോരണങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചരണം, അങ്ങനെ സകല അടവും പയറ്റുന്നുണ്ട് സ്ഥാനാർത്ഥികൾ.